ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഡെയിലി വ്ളോഗായിട്ട് വന്നേക്കണം. അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി വെള്ളയപ്പത്തിന് വേണ്ടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കടല വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. പിന്നെ സവാളയും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് വേവിക്കാൻ വെച്ച് ശേഷം പാലിന് വെള്ളം വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതിൽ നിന്ന് ഇച്ചിരി ചൂടുവെള്ളം വെച്ചതെന്ന് വെച്ചാൽ തൊണ്ട നല്ല വേദനയുണ്ടായിരുന്നു. അപ്പോൾ അത് കുടിക്കാൻ വേണ്ടി. അതിനുശേഷം പിന്നെ മാവിൽ ഇച്ചിരി പഞ്ചസാര ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ച് അതിനുശേഷം നമ്മൾ കുക്കർ വിസിലടിക്കുകയും ചെയ്ത് പാല് തിളച്ച് വരികയും ചെയ്തു. പിന്നെ അത് രണ്ടും ഞാൻ പോയി ഓഫ് ചെയ്തുകൊണ്ട് നമ്മുടെ എറാൻ തുടക്കാൻ പോയി. എറാൻ അടിച്ച് തുടക്കാൻ പോയി. അതിനുശേഷം വേസ്റ്റിൻ്റെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേസ്റ്റ് കൊടുത്ത് പാത്രമൊക്കെ കഴുകി വെച്ച് എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മുടെ കഞ്ഞിയുടെ വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കഞ്ഞി അരി കഴുകിയിട്ട് അങ്ങനെ പിന്നെ നമ്മൾ കടലക്കറി വെച്ച്. അപ്പോൾ കടലക്കറി ഒരു തിക്കായി വന്നിട്ടില്ല. നമ്മൾ തേങ്ങാക്കൊത്തും എല്ലാം ഇട്ട് വെളുത്തുള്ളി എല്ലാം ഇട്ട് താളിച്ചെടുത്ത് അതിനുശേഷം പിന്നെ അത് കറി ഒന്ന് ഇതായി വരട്ടിന്ന് തിളക്കാൻ വെച്ചുകൊണ്ട് പിള്ളേരെ വിളിക്കാനായിട്ട് വന്നു. 7 മണിയാകുമ്പോൾ ഇവരെ വിളിക്കണത്. അപ്പോൾ ഇവരെ വിളിക്കാൻ വന്ന് ഓരോ പല്ലേക്കാനൊക്കെ ഇരുത്തിയിട്ട് പിന്നെ അപ്പം ചൂടാൻ പോയി. ഇത് പുതിയ ചട്ടിയാണ് കേട്ടോ. ഫസ്റ്റ് ആദ്യമായിട്ട് ചുടനാണ് അപ്പം ഇല്ലേ എന്ന് വെച്ചാൽ ഉമ്മച്ചിക്ക് ഫ്രിഡ്ജ് വാങ്ങിയപ്പോൾ കിട്ടിയതായിരുന്നു. അപ്പോൾ അതെനിക്കായിരുന്നു. അപ്പം ഞാനത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ അതുനെ കുളിപ്പിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞുകൊണ്ട് അവനിക്ക് ഫുഡ് കൊടുക്കുമ്പോൾ അവനിക്ക് വെള്ളയപ്പം ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ നിർബന്ധിച്ച് എന്നുമ്മയുടെ കൈ മുറിഞ്ഞല്ലേ എന്നും പറഞ്ഞ് നിർബന്ധിച്ച് കയറ്റിക്കണേ. പിന്നെ അപ്പോൾ സ്കൂളിലോട്ട് അത് തന്നെ മതിയെന്ന് പറഞ്ഞാൽ അത് കൊടുത്തിട്ട് അതിനുശേഷം ഞാൻ പരിപ്പും പിണ്ടിയും കൂടി ഉച്ചക്കത്തേക്ക് ചോറിന് കറിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അത് അപ്പോൾ കടുക് പൊട്ടിച്ച് നമ്മൾ സവാളയും ചതച്ച മുളകും കൂടി ഇട്ട് മൊരിച്ചെടുത്തുകൊണ്ട് അതിലോട്ട് വേപ്പിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഈ കറി അതിലോട്ട് വെച്ചു. ആ കറിയ സവാളയിൽ ഇതിലോട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു തള കളിച്ച് പിന്നെ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ബേബി പൊട്ടറ്റോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒലത്താന്ന് ഒരാഴ്ച അത് പുഴിഞ്ഞെടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സവാളയും വേപ്പിലയും എല്ലാം പച്ചമുളകും കൂടി ഇട്ടുകൊണ്ട് വഴറ്റിയിട്ട് മസാലപ്പൊടിയൊക്കെ കൂടി ഇട്ട് ഒന്ന് റോസ്റ്റ് അല്ലേ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഉരുളക്കിഴങ്ങ് ഒലത്ത് പോലെ. അപ്പോൾ ഇതാക്കി അത് ഒലത്തി വെച്ച് ഇക്കാക്ക വരുമെന്ന് ഇക്കാക്ക ഇന്നലെയും വന്നില്ല. ഇപ്പോൾ ഇന്നും കാക്കക്ക് ഓട്ടം കൂടുതലാണ്. അപ്പോൾ ഇക്കാക്ക ഇന്നും വന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ വേഗം പോയി കുളിച്ച് പെരയൊക്കെ തുടച്ച് നിസ്കരിക്കാൻ പോയി. അപ്പോൾ ഇന്ന് രാവിലെ കൈ മുറിഞ്ഞതിൻ്റെ കാര്യം പറഞ്ഞില്ല, അതാണ് ആ കാട്ടുന്നത്. എന്നുവെച്ചാൽ പിന്നെ ഞാൻ ചോറിനാനെടുത്ത് മാങ്ങച്ചാറ് ഉമ്മിച്ചിട്ടെന്നാണ്. അപ്പോൾ ചോറ് ഞാൻ എടുത്തതിന് ശേഷം പിന്നെ പിള്ളേർ വന്നേക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ആക്കി വെക്കണമെന്ന് വെച്ച് അവൽ വാങ്ങി വെച്ചിട്ടുണ്ടാവും. അവലും തേങ്ങയും ശർക്കരയും കൂടിയിട്ട് നന്നായി ഞരടി എടുക്കൂലേ, നന്നായി കൈ വെച്ച് ഇതാക്കി ഞരടി എടുത്ത് അത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വന്ന് ചിരിച്ചുകൊണ്ടാണ് രണ്ടും കയറി വന്നത്. അത് കഴിഞ്ഞ് അവരവരുടേതായ കാര്യങ്ങൾ വട്ടപാത്രമൊക്കെ എടുത്ത് വെക്കണം. ആമി ആദ്യമൊക്കെ ചെയ്യില്ലായിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ ആമി കറക്റ്റായിട്ട് എല്ലാം ചെയ്യും. പിന്നെ വെള്ളം കുടിക്കൂല ആമി. പിന്നെ സ്പെഷ്യൽ ഉണ്ടെന്ന് വെച്ചാൽ അത് നോക്കിയെടുത്ത് അത് കഴിഞ്ഞ് ആമി നോട്ട് മലയാളത്തിൻ്റെ നോട്ട് ചെയ്തെന്നും പറഞ്ഞ് കൊണ്ടുവന്ന് വീട്ടിൽ തന്നെയാണ് കാണുന്നത്. അതിന് പിന്നെ അതിൻ്റെ കഥ പറച്ചിൽ പിന്നെ അങ്ങനത്തെ എന്നിട്ട് എവിടെ ബുക്ക് എവിടെ? അപ്പോൾ അവൻ്റെ ഇന്നത്തെ കഥ പറച്ചിൽ കഴിഞ്ഞ് അത് കഴിഞ്ഞ് പോയി മേലൊക്കെ കഴുകി വന്നുകൊണ്ട് അവലെടുത്ത് നിന്ന് അപ്പോൾ നല്ലതെന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.